കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പേര് രാഹുലാണ്. അത് ഒരു രാഹുൽ അല്ല, പല രാഹുൽ. ഒന്ന് രാഹുൽ ഗാന്ധി. അത് ചരിത്രത്തിൽ ഇടം നേടിയ പേരാണല്ലോ. കോൺഗ്രസിന് ഏറ്റവും അധികം പരാജയങ്ങൾ സമ്മാനിച്ച ഒരു കഴിവുകെട്ട നേതാവാണ് രാഹുൽ. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് തലവേദനയായ പേരാണ് രാഹുൽ. കേരളത്തിലേക്ക് വരുമ്പോഴും കോൺഗ്രസിന് തലവേദനയായ ഒരു പേരായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനെ വലിയ രീതിയിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി തന്റെ കഴിവുകേട് കൊണ്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെങ്കിൽ തന്റെ കഴിവ് കൊണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ കണക്കനുസരിച്ച് തന്നെ 15-ലധികം സ്ത്രീകളെയും അതോടൊപ്പം തന്നെ പല പുരുഷന്മാരെയും ഇദ്ദേഹം ലൈംഗികമായി ഉപദ്രവിച്ചു. അപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ചോദ്യമുണ്ടല്ലോ, ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നതെന്ന്. കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകന് സമയ പരിമിതികളുണ്ട്. എല്ലായിടങ്ങളിലും ഓടിയെത്തണം. പ്രത്യേകിച്ച് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ കേരളത്തിലുടനീളവും സംസ്ഥാനത്തിന് പുറത്തുമെല്ലാം കമ്മിറ്റികളിൽ പങ്കെടുക്കണം, പരിപാടികളിൽ പങ്കെടുക്കണം. അങ്ങനെ ഒരു നേതാവാണ് ഇത്രയും കേസുകളിൽ പ്രതിയാകുന്ന രീതിയിലേക്ക് ഇത്രയും പേരെ വലയിടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞത്. ആ രാഹുൽ മാങ്കൂട്ടം. പിന്നീട് നമുക്കറിയാം രാഹുൽ ഈശ്വർ. കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം എന്താണോ ചിന്തിക്കുന്നതിന് അതിനെതിരായി ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനാണ്. ഈ ബസ്സിൽ നഗ്നതാ പ്രദർശനം ഉണ്ടായപ്പോൾ ആ യുവാവിന് വേണ്ടി സംസാരിച്ചു. പിന്നീട് അഖിലഹാദി എന്ന പ്രശ്നമുണ്ടായപ്പോൾ ജിഹാദികൾക്ക് വേണ്ടി സംസാരിച്ചു. ദിലീപിന് വേണ്ടി സംസാരിച്ചു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം ഉണ്ടായപ്പോൾ തുടക്കം ഈ പീഡന വീരനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വർ പറയുകയാണ്, ആ പേരിനോടുള്ള പ്രണയമാണോ എന്ന് അറിയില്ല, പറയുകയാണ് ആ പെൺകുട്ടിയെ വിമർശിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ പരാതി വന്നു. ഇത് അറിയുകയാണോ എന്നറിയില്ല, അതോ നിരാഹാര സമരത്തിൽ അവിടെ കിടന്ന് ബോധം കെട്ട് ആ ജയിലിന്റെ മൂലയിൽ എവിടെയെങ്കിലും കിടക്കുന്നോ, ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. രണ്ടാമത്തെ പരാതി വന്നു. നാലാമത്തെ പേര് നമുക്കറിയാം, രാഹുൽ പശുപാൽ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ലീലാവിലാസങ്ങളെല്ലാം കേരള സമൂഹത്തിന് കൃത്യമായി തന്നെ അറിയാവുന്ന പേരാണ്. അതിനിടയിലാണ് ഇന്ന് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കേരള കൗമുദിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ചെറിയതായി 14-ാം പേജിലാണ് താഴെ ആയ ഒരു വാർത്ത ഉണ്ട്. ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ സ്ഥാനാർത്ഥി രാഹുൽ അറസ്റ്റിൽ. അവിടെയും രാഹുൽ വന്നിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി, രാഹുൽ മാങ്കൂട്ടം, രാഹുൽ ഈശ്വർ, രാഹുൽ പശുപാൽ. അപ്പോൾ ഒരു അഞ്ചാമന്റെ വാർത്തയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കോട്ടയത്ത് നിന്നാണ്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടന്ന കുമ്മനം പുത്തൻപറമ്പിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മുങ്ങി നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായി, സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന്. അപ്പോൾ ഈ രാഹുൽ പേരുകളുടെ പരിശോധിച്ചാൽ നമുക്കറിയാം, പബ്ലിസിറ്റി വേണം. ചീപ്പ് പബ്ലിസിറ്റി ആയാലും കുഴപ്പമില്ല. കുളത്തിൽ ചാടും, കടലിൽ ചാടും, തൈര്, അത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകളുമായി വരും, പാചകത്തിന്റെ ഗിമ്മിക്കുകൾ. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗിമ്മിക്കുകൾ അറിയാം. പീഡന കേസിൽ പ്രതിയായപ്പോൾ നടിമാരെ ഇറക്കി അതെങ്ങനെ കവർ ചെയ്യാന്ന്, അതിനെ ഒന്ന് തരണം ചെയ്യാന്നതിനെ കുറിച്ച് കൃത്യമായ റിസർച്ച് നടത്തി. അനുശ്രീ അടക്കമുള്ള, തൻവി അടക്കമുള്ള നടിമാരെ ഇറക്കി ഒന്ന് PR വർക്ക് നടത്താൻ ശ്രമിച്ചു. പിന്നീട് രാഹുൽ ഈശ്വർ, നമുക്കറിയാം, എന്ത് തെണ്ടിത്തരം കാണിച്ചായാലും ഒരു ഇമേജ് ഉണ്ടാക്കുക. അത് സവാദിനെ ആയാലും ബസ്സിൽ നഗ്നത പ്രദർശനം നടത്തിയ സവാദിനെ പിന്തുണച്ചായാലും ഒരു ഇമേജ് ഉണ്ടാക്കുക. രാഹുൽ പശുപാലിനെ കുറിച്ച് അറിയാമല്ലോ, ചുംബന സമരവും പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഈ രാഹുലിനും അത്തരമൊരു പബ്ലിസിറ്റി മോഹം, അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയാകാൻ രംഗത്തിറങ്ങുകയും സ്വതന്ത്രനായി മത്സരിക്കാൻ പത്രിക നൽകി പ്രചരണവും തുടങ്ങി. സംഭവം അറിഞ്ഞപ്പോഴാണ് പോലീസ് കൈയോടെ പിടികൂടിയിരിക്കുന്നത്. കോട്ടയത്തെ ഒരു പഞ്ചായത്തിൽ 6-ാം വാർഡിലാണ് രാഹുൽ മത്സരിക്കാൻ ഇറങ്ങിയത്. ഈ കേസ് ഇങ്ങനെയാണ്. 2020-ലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. സുഹൃത്തായ അനന്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ, ഈ രാഹുലിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. അങ്ങനെയാണ് ഈ രാഹുലും പ്രതിയാകുന്നത്. അനന്തുവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ്
ഈ രാഹുൽ പ്രതിയായിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇദ്ദേഹം പിടിക്കപ്പെടുകയാണ്. പിടിക്കപ്പെട്ട ശേഷം കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത ശേഷമാണ് മുങ്ങിയത്. പിന്നെ ഇദ്ദേഹം നാടുവിടുകയാണ്. നാടുവിട്ട ശേഷം അവിടെ കുറിച്ച് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവുമില്ല. നമ്മുടെ ഈ രാഹുലും അങ്ങനെയാണ്. ഈ രാഹുലിനെ കുറിച്ചും ഇപ്പോൾ വിവരമില്ല. കാരണം ഇദ്ദേഹം പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. ഈ ഇര മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് വാർത്ത വന്നതും കാണാനില്ല. മിന്നായം പോലെ മറഞ്ഞു കളഞ്ഞു. പിന്നീട് തമിഴ്നാട്ടിൽ കണ്ടു എന്ന് പറയുന്നു, കർണാടകയിൽ കണ്ടു എന്ന് പറയുന്നു, കർണാടകയിലെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു, കർണാടക അതിർത്തിയിലെ വനപ്രദേശങ്ങളിൽ കണ്ടു എന്ന് പറയുന്നു. ഇത് എവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം? കാരണം എല്ലാ കാലത്തും നമുക്കറിയാം, കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള യുവ നേതാക്കളെ വിമർശിച്ചത് എന്താണ്? റീൽസ് താരമെന്നാണ്, റീൽസ് നേതാക്കൾ എന്നാണ്. കാരണം എപ്പോഴും വീഡിയോയും ചിത്രീകരിച്ച് അങ്ങ് നടക്കുകയാണ്. ഇപ്പോൾ ആ വീഡിയോയെ കുറിച്ച് നമുക്ക് പറയണ്ട. കാരണം ആ ഇര നൽകിയ പരാതിയിൽ തന്നെ ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ വീഡിയോയോടുള്ള താല്പര്യം. നഗ്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും എടുത്ത് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണല്ലോ ആ എഫ്ഐആറിൽ ഭീഷണിപ്പെടുത്തി എന്നാണല്ലോ എഫ്ഐആറിൽ പറയുന്നത്. പലരും പരാതി നൽകാൻ രംഗത്ത് വരാത്തതിന് കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എല്ലാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ പരിശോധിച്ചു. KSUവിൽ നിന്നും ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിൽ വരുന്നു, യൂത്ത് കോൺഗ്രസിൽ നിന്ന് MLA ആകുന്നു, MLA ആയ ശേഷം പീഡന കേസ് വരുന്നു, പീഡന കേസിൽ കുറെ നാൾ വീട്ടിൽ ഒളിവിലിരിക്കുന്നു, ഒളിവിൽ ഇറങ്ങിയ ശേഷം ജനങ്ങൾക്കിടയിൽ സജീവമാകാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോഴും ഇദ്ദേഹത്തിന് ധാരണയുണ്ട് ഇദ്ദേഹത്തിന് എതിരെ പരാതി ഉണ്ടാകും. അപ്പോൾ പരാതി ഉണ്ടാകുമ്പോൾ എവിടെ അതിവേഗം ഒളിക്കാം, മുങ്ങാം എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായ ധാരണ ഉണ്ടായിരുന്നതായിട്ടാണ് ഈ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ പിടിക്കാൻ കഴിയാത്തത്. കാരണം ഈ പരാതി വരുമ്പോൾ ഏത് വഴി രക്ഷപ്പെടാം, എങ്ങനെ രക്ഷപ്പെടാം, എവിടെ ഒളിവിലിരിക്കാം, ആരുടെ സഹായം തേടാം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ദൃശ്യ സിനിമയെ വെല്ലുന്ന കഥയിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത്. കാരണം പല സ്ത്രീകളെയും വലയിലാക്കി അവരെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുക, അതിനുശേഷം അവരെ ഭീഷണിപ്പെടുത്തുക, പോലീസ് തന്നിലേക്ക് എത്തിയാൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന ധാരണ ഉണ്ടാക്കുക. അപ്പോൾ ദൃശ്യം സിനിമയിൽ നാം കണ്ടതുപോലെ തന്നെ ആ സിനിമയിലെ നായകന് വ്യക്തമായി അറിയാം തന്നെ തേടി പോലീസ് വരുമെന്ന്. അപ്പോൾ പോലീസ് വരുമെന്ന ധാരണയിൽ അദ്ദേഹം അതിനെതിരായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനറിയാം തന്നെ തേടി അന്വേഷണ സംഘം വരുമെന്ന വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എവിടെയെല്ലാം ഒളിവിൽ പോവാം, എവിടെയെല്ലാം ഒളിച്ചിരിക്കാം, ഏതെല്ലാം പേരുടെ സഹായം തേടാം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായ ധാരണയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ചാവേറുകൾ റെഡിയായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ചാവേറുകൾ പൊട്ടിത്തെറിക്കുകയാണ്. ആദ്യം രാഹുൽ എന്ന ചാവേർ പൊട്ടിത്തെറിച്ചു, പിന്നീട് പല വനിതാ ചാവേറുകളും പൊട്ടിത്തെറിക്കുന്നു. ഏറ്റവും അവസാനം നോക്കൂ, ഇന്നലെ നേതാക്കൾ മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന ഒരു പോസ്റ്ററിലൂടെയാണ്. അമ്പലക്കൊള്ളക്കാർ കടക്കുപുറത്ത്. ഏത്? ഈ പെണ്ണുപിടിയനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്ന് ക്ലിയർ ചെയ്യാൻ കഴിയാത്തവരാണ് ഇനി അയ്യപ്പനെ സംരക്ഷിക്കാൻ പോകുന്നത്. അയ്യപ്പന് എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ SDPIയുടെയും താങ്ങി നടക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ശബരിമലയിൽ കയറണ്ട, അവരുടെ സഹായം എന്തായാലും ഹിന്ദുക്കൾക്ക് ആവശ്യമില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചപ്പോൾ ആദ്യമായി പ്രകടനത്തിനിറങ്ങിയത് ആരാണ്? SDPIക്കാരല്ലേ. ആ SDPIക്കാരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്ന കോൺഗ്രസിനാണ് ഇന്ന് കരച്ചിൽ. അയ്യപ്പനെ ഓർത്ത് അവർ ചില കാർഡുകൾ അടിച്ചിറക്കുകയാണ്. കടക്ക് പുറത്ത് അമ്പലക്കൊള്ളക്കാർ. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എങ്ങനെ ഈ സമയം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന പീഡന വീരനെതിരെ രണ്ടാമത്തെ പരാതി ഉണ്ടായ ആ നിമിഷം നിങ്ങൾ എങ്ങനെ പൊട്ടിത്തെറിച്ചു? ആ ചിത്രങ്ങൾ എങ്ങനെ പുറത്തു വന്നു? ആ കാർഡ് ആരാണ് അടിച്ചിറക്കിയത്? അമ്പലക്കൊള്ളക്കാർ കടക്കുപുറത്ത്. അതാണ് രാഹുലിന്റെ ചാവേറുകളാണ് ഇന്നലെ വൈകുന്നേരം പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ആ ജനങ്ങൾക്കറിയാം. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം കൂടൂ, SDPIയോടൊപ്പം കൂടൂ. അവിടെ വിജയിക്കാൻ, അവരുടെ വോട്ട് വാങ്ങി വിജയിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ശ്രമിക്കൂ. അയ്യപ്പനെ നിങ്ങൾ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കണ്ട. അത് ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വ്യക്തമാകും.